ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ച് പെന്തക്കോസ്ത് സമൂഹം. കേരളത്തിലെ 24 ലക്ഷം പെന്തക്കോസ്ത് വിശ്വാസികൾ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ. പെന്തക്കോസ്ത് വിശ്വാസം കണ്ടറിഞ്ഞു വരുന്നവരാണ് തങ്ങൾ വിശ്വാസികളാക്കുന്നത്. അത് തുടരുമെന്നും രാജീവ് ചന്ദ്രശേഖരനും ബി.ജെ.പിക്കുമുള്ള മറുപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്ത് വിശ്വാസികൾ നൽകുമെന്നും ബാബു പറഞ്ഞു. പുള്ളിപ്പുലിയുടെ പുള്ളി മാറത്തില്ലെന്ന് പറഞ്ഞ പോലാണ് ബി.ജെ.പിയുടെ വർഗീയത. അവരെ ഒരു വർഗീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. കേരളത്തിൽ 25 ലക്ഷം പെന്തക്കോസ്ത് വിശ്വാസികളുണ്ട്. ഇവിടെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ആരെ ജയിപ്പിക്കണം തോപ്പിക്കണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുള്ളവരാണ് പെന്തക്കോസ്തുകാർ. അപ്പോൾ 25 ലക്ഷം പെന്തക്കോസ്തുകാരെ അടിച്ചാക്ഷേപിക്കുന്ന ഒരു പത്രവാർത്തയാണ് ഇന്നലെ അദ്ദേഹം പുറപ്പെടുവിച്ചത്. തികച്ചും ഇത് അടിസ്ഥാനരഹിതമാണ്. ഈ വാർത്തയെ ഞങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഞങ്ങളെ അവഹേളിച്ച, ഞങ്ങളെ അപമാനിച്ച ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയും ചെയ്യും. ഇനിയുള്ള കാര്യങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പെന്തക്കോസ്ത് സമൂഹം ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.